അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശുപാർശ ഷഫാഅത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. സൂറൽ ബഖറയിൽ അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബി ഇദ്നിഹി. അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാനായിട്ടുള്ളവൻ ആരാണുള്ളത് അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെ എന്നാണ്. ആ ചോദ്യം ഉന്നയിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയമായി വരുന്നത് ആരുമില്ലെന്നർത്ഥം. അള്ളാഹു അനുവദിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശുപാർശ ചെയ്യാനുള്ള അവകാശമുള്ളൂ. ശുപാർശയുടെ ഷഫാഅത്തിൻ്റെ 8 ഇനങ്ങളെ പണ്ഡിതന്മാർ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേതും മഹ്ശറ നാളിൽ ജനങ്ങളെ വിചാരണക്കെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി നടത്തുന്ന ഷഫാഅത്തുൽ കുബറയാണ്. 2, സ്വർഗാവകാശികൾക്ക് സ്വർഗം നൽകുവാൻ ആവശ്യപ്പെടുന്ന പ്രവാചകൻ്റെ ശുപാർശയാണ്. 3, നരകത്തിൽ അകപ്പെട്ടു പോയ തൗഹീദ് ഉറച്ച ആളുകളുണ്ട്. അവരുടെ ചില ചെയ്തികൾ കാരണമായി നരകത്തിൽ പെട്ടുപോയിട്ടുണ്ടാകാം. അവരെ നരകാഗ്നിയിൽ നിന്ന് മുക്തി നേടുവാനും മോചിപ്പിക്കുവാനും നടത്തുന്ന പ്രവാചകൻ്റെ ശുപാർശയാണ്. 4, സ്വർഗാവകാശികളായ ആളുകളുടെ പദവി ഉയർത്തുവാൻ വേണ്ടി നബി നടത്തുന്ന ശുപാർശയാണ്. 5 ശുപാർശ മുഅ്മിനുകൾക്ക് വേണ്ടി അവരുടെ കാര്യത്തിൽ നടത്തുന്ന ശുപാർശയാണ്. 6, പ്രായം തികയാതെ മരണപ്പെട്ടു പോയ മക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന ശുപാർശയാണ്. 7, പിതൃവ്യനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃവ്യൻ അബൂ താലിബിന് നരകാഗ്നിയിൽ ശിക്ഷയുടെ ഇളവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശുപാർശയാണ്. 8, മുഅ്മിനുകളാണ്, പക്ഷേ നരകം വിധിക്കപ്പെട്ടു പോയിട്ടുണ്ടാകാം. അവരെ നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ശുപാർശയാണ്. ഇത്തരത്തിലുള്ള ശുപാർശകളല്ലാതെ നമ്മൾ നാട്ടിലും സമൂഹ സാഹചര്യത്തിലും നടത്തപ്പെടുന്ന ശുപാർശകൾ പോലെ ഒരു ശുപാർശയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്ന വിഷയമേ ഇല്ല. അള്ളാഹു അനുവദിക്കുന്നവർക്ക് മാത്രമല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശക്കെട്ട അവകാശവുമില്ല. ശുപാർശ ചെയ്യപ്പെടേണ്ടവരാരാണ് എന്ന് തീരുമാനിക്കുന്നതും അള്ളാഹു തന്നെയാണ്. അതിനാൽ ശുപാർശയുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റ് ഇടങ്ങളെ ആശ്രയിക്കുന്നതും അതോടൊപ്പം തന്നെ ആവശ്യപ്പെടുന്നതുമൊക്കെ ഭൗതികമായ താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ പാരത്രികമായ നേട്ടങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആകാൻ പാടുള്ളതല്ല എന്ന പാഠഭാഗമാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്താനിരിക്കുന്ന ശുപാർശ, ആ ശുപാർശയുടെ ഗണത്തിൽ നമ്മളും ഉൾപ്പെടുന്നതിന് അള്ളാഹു നാം എവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.